ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2024 ഓൾമോസ്റ്റ് കഴിയാറായില്ലേ. അപ്പോൾ ഈ വർഷം റിലീസായ മലയാളം മൂവീസിൽ ബോക്സ് ഓഫീസ് ഹിറ്റ് സ്റ്റേറ്റസ് നേടിയ മലയാള സിനിമകൾ നമുക്ക് നോക്കിയാലോ. തിയേറ്ററിൽ ഭൂരിഭാഗം ആളുകളും കണ്ട സിനിമകൾ അയക്കാം എന്നുള്ളത് കൊണ്ട് പ്ലോട്ട് ഒന്നും പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഫിലിംസ് ഏതാണെന്ന് മാത്രം നോക്കി പോവാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേഗം മൂവീസിലേക്ക് പോവാം. കമോൺ. ഓക്കെ, ജസ്റ്റ് ആദ്യമേ ഒന്ന് പറയട്ടെ, ഇന്ന് ഈ പറയുന്ന ഫിലിംസിൽ നിങ്ങൾക്കോ ഞങ്ങൾക്കോ പേഴ്സണലി ഇഷ്ടപ്പെടാത്തവയുണ്ടാവാം. പിന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടവയായിട്ടും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാത്തവയും തീർച്ചയായും ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നിപ്പോ നോക്കുന്നത് ചിത്രത്തിന്റെ ബഡ്ജറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ നേടിയ കളക്ഷൻ വെച്ച് ബോക്സ് ഓഫീസ് ഹിറ്റ് സ്റ്റേറ്റസ് നേടിയ സിനിമകൾ മാത്രമാണ്. അത്തരത്തിലുള്ള 17 മലയാള സിനിമകളാണ് 2024 എത്തിയത്. നിങ്ങൾക്ക് ലിസ്റ്റ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നരേഷൻ കൂടെ കേട്ട് എൻകറേജ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവ റിലീസായ ഓർഡറിൽ തന്നെ നോക്കി പോവാം. ആദ്യം ഇറങ്ങിയ ചിത്രം തന്നെ നോക്കി തുടങ്ങാം. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയറാം, ജഗദീഷ്, അനശ്വര രാജൻ, ദിലീഷ് പോത്തൻ, അർജുൻ അശോകൻ, സൈജു കുറുപ്പ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലും മമ്മൂക്ക ക്യാമിയോ റോളിലും എത്തിയ ക്രൈം ത്രില്ലർ ഫിലിം എബ്രഹാം ഓസ്ലർ 2023 ഡിസംബർ 25 റിലീസ് ചെയ്യേണ്ടിയിരുന്നതെങ്കിലും അതിൽ നിന്ന് മാറി ഈ വർഷം ജനുവരി 11 തിയേറ്ററിലെത്തിയത്. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ഒരു പോരായ്മയായിരുന്നെങ്കിലും സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ, പിന്നെ ആക്ടേഴ്സ്, എസ്പെഷ്യലി ജഗദീഷ് ഏട്ടന്റെ പെർഫോമൻസ് എന്നിവ സ്വീകരിക്കപ്പെട്ടു. മമ്മൂക്കയുടെ സർപ്രൈസ് ഗസ്റ്റ് റോളിന്റെ ഹൈപ്പ് കൂടെ ആയപ്പോൾ 40 കോടിയോളം കളക്ഷൻ നേടിയ ചിത്രം ജയറാം ഏട്ടന്റെ മലയാളം സിനിമാ കരിയറിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം കൂടെയായി. രണ്ടാമത്തെ ചിത്രം ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ നിർമ്മിച്ച് ഗിരീഷ് ഏടിയുടെ ഡയറക്ഷനിൽ നസ്ലൻ, മമിത, സംഗീത് പ്രതാപ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഫെബ്രുവരി 9 റിലീസ് ചെയ്ത പ്രേമലു. പെർഫോമൻസസ് കൊണ്ടും സ്ക്രിപ്റ്റ്, സൗണ്ട് ട്രാക്ക്, ഡയറക്ഷൻ, ഹ്യൂമർ അങ്ങനെ എല്ലാ മേഖലകളിലും മികച്ച റിവ്യൂസ് നേടിയെടുക്കുകയും കേരളത്തിന് പുറത്തുള്ള മാർക്കറ്റ്സിൽ കൂടെ ഗംഭീര വിജയം നേടിയെടുക്കുക മാത്രമല്ല, കളക്ഷൻ അഗേൻസ്റ്റ് ബഡ്ജറ്റ് നോക്കിയാൽ 2024 ഏറ്റവും ലാഭം ഉണ്ടാക്കിയ ഇന്ത്യൻ സിനിമ കൂടെയാണെന്ന നേട്ടവും കൈവരിച്ചു. 9 കോടി ബഡ്ജറ്റിൽ 136 കോടിയോളം കളക്ഷനുമായി മലയാളത്തിലെ 6ാമത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറി ഈ കൊച്ചു വലിയ റൊമാൻറ്റിക് കോമഡി ചിത്രം. മൂന്നാമത്തെ ഹിറ്റ് സിനിമ ഒരു പരീക്ഷണ ചിത്രം മികച്ച ബോക്സ് ഓഫീസ് വിജയം നേടുകയും ഗ്ലോബൽ സിനിമ ഡിസ്കഷൻസിൽ കൂടെ ഇടം പിടിക്കുകയും ചെയ്ത വർഷമാണ് 2024. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റ് എന്ന റിസ്ക് എടുത്ത് കേരളത്തിന്റെ തന്നെ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും പ്രമേയമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ മെയിൻ റോളിലെത്തി ഫെബ്രുവരി 8 റിലീസായ പീരീഡ് ഫോക്ലോർ ഹൊറർ ഫിലിം ബ്രഹ്മയുഗം 85 കോടിയോളം കളക്ഷൻ നേടുകയും പെർഫോമൻസസ്, സിനിമാറ്റോഗ്രഫി, സൗണ്ട് ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ എന്നിങ്ങനെ എല്ലാ തലങ്ങളിലും എക്സൽ ചെയ്തുകൊണ്ട് 2024 ലോകമെമ്പാടും ഇറങ്ങിയ ഹൊറർ സിനിമകളിൽ മുൻപന്തിയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. നാലാമത്തെ ഫിലിം ഗുണ കേവ് സന്ദർശിക്കാൻ എത്തിയ ഒരു സംഘം കൂട്ടുകാരിൽ ഒരാൾ അതിനുള്ളിൽ കുടുങ്ങിപ്പോയ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി സൗബിൻ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ എന്നിവരടങ്ങുന്ന ഒരു കാസ്റ്റിനെ വെച്ച് ചിദംബരം തയ്യാറാക്കിയ സർവൈവൽ ത്രില്ലർ ഫിലിം മഞ്ഞുമേൽ ബോയ്സ് ഫെബ്രുവരി 22 തിയേറ്റേഴ്സിലെത്തുകയും കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. 20 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സ് വളരെയധികം മുന്നിട്ട് നിന്ന ചിത്രം മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്ററിക്കൽ കളക്ഷൻ നേടുന്ന സിനിമയാവുകയും അതുവഴി 2018 എന്ന സിനിമയെ മറികടന്ന് ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം ഫിലിം ആവുകയും ചെയ്തു. അഞ്ചാമത്തെ ചിത്രം പ്രവാസി മലയാളിയായ നജീബിന്റെ ജീവിതത്തെ ബേസ് ചെയ്ത് ബെന്യാമിൻ രചിച്ച മലയാളത്തിലെ എക്കാലത്തെയും ബെസ്റ്റ് സെല്ലിംഗ് നോവലുകളിലൊന്നായ ആടുജീവിതം മാർച്ച് 28 അതേ പേരിൽ മലയാളത്തിലും ദ ഗോഡ് ലൈഫ് എന്ന പേരിൽ അന്താരാഷ്ട്ര തലത്തിലും റിലീസ് ചെയ്തു. പൃഥ്വിരാജ് അതിഗംഭീരമായി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് വലിയൊരു ബഡ്ജറ്റിൽ മികച്ച പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ബ്ലസി ചിത്രം തുടക്കത്തിൽ UAE ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബാൻഡ് ആയിരുന്നുവെങ്കിലും പിന്നീട് കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ ഒഴികെ റിലീസ് ചെയ്യുകയും 160 കോടിയോളം രൂപ നേടി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മൂന്നാമത്തെ ഹയസ്റ്റ് ഗ്രോസർ ആവുകയും ചെയ്തു. ആറാമത്തെ ചിത്രം കോവിഡ് സമയത്ത് OTT പ്ലാറ്റ്ഫോംസ് പോപ്പുലർ ആയതോടെ നമ്മുടെ സിനിമകൾ കൂടുതലായി രാജ്യത്തെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടതിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് എന്നത് ഫഹദ് ഫാസിൽ എന്ന പ്രതിഭയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്ന ലേബൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണെന്ന് പറയാം. ആ ഒരു ഇമേജ് കമേഴ്ഷ്യലി കൂടെ ഉറപ്പിക്കാനായ സിനിമയാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് നസ്രിയ, അൻവർ റഷീദ് എന്നിവർ പ്രൊഡ്യൂസ് ചെയ്ത് ഏപ്രിൽ 11 റിലീസ് ചെയ്ത ആക്ഷൻ കോമഡി മൂവി ആവേശം. പെർഫോമൻസ് കൊണ്ടും സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്, സമീർ താഹിറിന്റെ സിനിമാറ്റോഗ്രഫി എന്നിവയുടെ മികവ് കൊണ്ടും യുവതലമുറ ഒന്നാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ആവേശം 30 കോടി ബഡ്ജറ്റിനെതിരെ 150 കോടി കളക്ഷൻ നേടി എക്കാലത്തെയും ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാള സിനിമകളുടെ ലിസ്റ്റിൽ നിലവിൽ 4ാം സ്ഥാനത്താണുള്ളത്. ഇനി ഏഴാമത്തെ ചിത്രം പൊതുവെ പല സെക്ടേഴ്സ് ഓഫ് ഓഡിയൻസിനിടയ്ക്ക് ഒരേപോലെ നല്ല അഭിപ്രായം നേടിയെടുക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ ഒരുക്കാറുള്ള വിനീത് ശ്രീനിവാസന്റെ 6ാമത്തെ ഡയറക്ടോറിയലായി പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ലീഡ് റോൾസിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന കമ്മിങ് ഓഫ് ഏജ് കോമഡി ഡ്രാമ ഫിലിം ആവേശത്തിനൊപ്പം ഏപ്രിൽ 11 റിലീസ് ആവുകയും ആദ്യ ദിവസങ്ങളിൽ പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയത് വഴി നല്ലൊരു തിയേറ്റർ റണ്ണും 80 കോടിയോളം കളക്ഷനും കൂടി നേടിയെടുക്കാനും കഴിഞ്ഞു.
എങ്ങനെ പോസിറ്റീവ് റിവ്യൂസ് ലഭിച്ചു എന്ന് സാധാരണ പ്രേക്ഷകർക്ക് ഇന്ന് മനസ്സിലാകാത്ത ചിത്രം പിന്നീട് OTT റിലീസായി എത്തിയപ്പോൾ സ്ക്രീൻ പ്ലേ, പേസിംഗ്, റൺ ടൈം അങ്ങനെ മിക്ക തലങ്ങളിലെയും അഭിപ്രായങ്ങൾ നേരെ ഓപ്പോസിറ്റായി മാറിയെങ്കിലും തിയേറ്ററിലും പുറത്തും ഒരുപോലെ സ്വീകാര്യത നേടിയത് നിവിൻ പോളിയുടെ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ മാത്രമാണെന്നാണ് കാണാൻ കഴിഞ്ഞത്. 8ാമത്തെ ഹിറ്റ് നോക്കാം. വിപിൻ ദാസ് എന്ന സംവിധായകൻ ജയ് 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 ഹേ എന്ന ചിത്രത്തിന് ശേഷം ഡയറക്ട് ചെയ്യുന്നു എന്ന കാരണത്താലും പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ എന്നിവരുടെ കാസ്റ്റിംഗ് കൊണ്ടും പ്രതീക്ഷ ഉണർത്തുന്ന ചിത്രമായിട്ടാണ് മെയ് 16-ന് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന കോമഡി ഫിലിം റിലീസായത്. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം പോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ വന്ന ഓൺലൈൻ റിവ്യൂസും ചിത്രം കണ്ടിറങ്ങി വന്ന സാധാരണ പ്രേക്ഷകരുടെ അഭിപ്രായവും ഡിഫറെന്റ് ആയിരുന്നു എങ്കിലും ഈ സിനിമയും മികച്ച കളക്ഷനും ഹിറ്റ് സ്റ്റേറ്റസും സ്വന്തമാക്കി. ഇനി 9ാമത്തെ സിനിമ. വർഷങ്ങൾക്ക് ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ സിനിമകൾ റിവ്യൂസും പ്രേക്ഷകരുടെ അഭിപ്രായവും വിഭിന്നമായിട്ടും ഹിറ്റായ ചിത്രങ്ങളാണെങ്കിൽ വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് മമ്മൂക്ക തന്നെ ലീഡ് റോളിലെത്തി മെയ് 23-ന് റിലീസ് ചെയ്ത ടർബോയുടെ കാര്യം വ്യത്യസ്തമാണ്. പ്രേക്ഷകരും റിവ്യൂവേഴ്സും ഒരേപോലെ ഒരു ലെവലിൽ താഴെ നിൽക്കുന്ന റേറ്റിംഗ്സ് മാത്രം നൽകിയിട്ടും തിയേറ്റർ കളക്ഷൻ ബേസിസിൽ ബോക്സ് ഓഫീസ് ഹിറ്റാണെന്നാണ് ട്രാക്കേഴ്സിന്റെ കണക്കുകൾ പറയുന്നത്. ക്വാളിറ്റി സിനിമകൾ നൽകുന്നതിൽ പേരെടുത്ത് വന്ന മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും മോശം സിനിമയായി ലേബൽ ചെയ്യപ്പെട്ടെങ്കിലും ടർബോയും 2024-ന്റെ ഹിറ്റ് സിനിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അപ്പോൾ 10ാമത്തെ സിനിമയിലേക്ക് പോവാം. ഫീൽ ഗുഡ് സിനിമകൾക്ക് പേരുകേട്ട ജസ്റ്റ് ജോയ് തന്റെ ആദ്യ ഡയറക്ടോറിയലായ ബൈസൈക്കിൾ തീവ്സിന്റെ ത്രില്ലർ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവുകയും അങ്ങനെ ബിജു മേനോൻ, ആസിഫ് അലി എന്നിവരെ ലീഡ് റോളിൽ എത്തിച്ച് അദ്ദേഹം ഒരുക്കിയ ക്രൈം ത്രില്ലർ ഫിലിം തലവൻ മെയ് 24-ന് തിയേറ്റേഴ്സിലെത്തുകയും ചെയ്തു. ഓവറോൾ കൊറിയോഗ്രഫി, എഡിറ്റിംഗ് എന്നീ മേഖലകളിൽ പോരായ്മകൾ പ്രകടമായിരുന്നു എങ്കിലും ലീഡ് ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, എൻഗേജിംഗ് ആയൊരു സ്ക്രീൻ പ്ലേ എന്നിവയുടെ മികവിൽ മെയ് മാസത്തിലെ 3ാമത്തെ ഹിറ്റ് ചിത്രമായി മാറി. ഒരു ഈഗോ ക്ലാഷിനെ ബേസ് ചെയ്തെത്തുന്ന സിനിമ എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്തെങ്കിലും പ്രതീക്ഷിക്കാതെ ഒരു ഡീസന്റ് മർഡർ മിസ്റ്ററി കിട്ടി എന്നതും പ്രേക്ഷകർ ചിത്രത്തെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ട് എന്ന് കരുതുന്നു. 11ാമത്തെ മൂവി. മെയിൽ തുടരെ 3 സിനിമകളാണെങ്കിൽ ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഹിറ്റ് സ്റ്റേറ്റസ് നേടിയ സിനിമകൾ ഒന്നും ഇല്ലാതെ പോയ ശേഷം ഓഗസ്റ്റ് 15-നാണ് അടുത്തൊരു മലയാളം ഹിറ്റ് എത്തുന്നത്. ഹിറ്റ് മേക്കർ ജീതു ജോസഫ് തന്റെ തൊട്ടു മുമ്പത്തെ സീരിയസ് ടോണിലുള്ള കോർട്ട് റൂം ഡ്രാമയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി KR കൃഷ്ണകുമാറിന്റെ രചനയിൽ എത്തിച്ച ക്രൈം കോമഡി ഫിലിം നുണക്കുഴിയിലൂടെയാണ് 2024-ലെ സക്സസ് ട്രേക്ക് പുനരാരംഭിച്ചത്. ട്രെയിലറിലൂടെ ചിത്രത്തിനെ കുറിച്ചൊരു ആകാംക്ഷ ജനിപ്പിച്ച് അത് കണ്ട് തിയേറ്ററിലെത്തിയ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ നോക്കാൻ പറ്റിയതും ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, ബൈജു എന്നിവരുടെ തകർപ്പൻ പ്രകടനം ആളുകൾ ഏറ്റെടുത്തതുമാണ് നുണക്കുഴി ഹിറ്റായതിന്റെ പ്രധാന കാരണങ്ങളായി മനസ്സിലാക്കാവുന്നത്. 12ാമത്തെ വിജയ ചിത്രം നോക്കാം. ഓഗസ്റ്റ് 15-ന് തന്നെ എത്തിയ അടുത്ത സിനിമയും നുണക്കുഴി പോലെയോ അതിലധികമോ ഹിറ്റായി എന്ന് തന്നെ പറയാം. മെയ് മാസത്തെ ഹിറ്റുകളിൽ ഒന്നായ ഗുരുവായൂർ അമ്പലനടയിൽ ഡയറക്ട് ചെയ്ത വിപിൻ ദാസ് രചന നിർവഹിച്ച വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന കമ്മിങ് ഓഫ് ഏജ് കോമഡി ഡയറക്ട് ചെയ്തത് ആനന്ദ് മേനനാണ്. ഒരു പ്രത്യേക ജനറേഷനിൽ പെടുന്നവർക്ക് കൂടുതലായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ചിത്രം തമാശകൾ നിറഞ്ഞ സന്ദർഭങ്ങളും ഡയലോഗ്സും കൊണ്ടും ഡയറക്ഷൻ, മ്യൂസിക്, സ്റ്റോറി എന്നിവ കൊണ്ടും കാസ്റ്റിംഗ് കൊണ്ടും വർക്ക് ആയപ്പോൾ ആരെ ലക്ഷ്യം വെച്ചാണോ എത്തിയത് അവർ ചിത്രത്തെ പൂർണ്ണമായും ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് ചിത്രം മികച്ചൊരു വിജയം നേടിയത്. അടുത്തത് 13ാമത്തെ ഹിറ്റ് ഫിലിം. രഞ്ജിത്ത് അയ്യത്താന്റെ സംവിധാനത്തിൽ ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സെപ്റ്റംബർ 12-ന് റിലീസായ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ ഈ വർഷം ഇറങ്ങിയ ലോക സിനിമകളിൽ വെച്ചും മലയാളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ടവയിലായാലും മിസ്റ്ററി ജോണറിൽ നിന്ന് വന്നിട്ടുള്ള സിനിമകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ്. മിസ്റ്ററി സിനിമകളെല്ലാം ത്രസിപ്പിക്കുന്ന ത്രില്ലറുകളായിരിക്കും എന്ന ധാരണയിൽ കണ്ടവർക്ക് മാത്രം നിരാശപ്പെടേണ്ടി വന്ന ചിത്രം പക്ഷെ അതിന്റെ ക്രക്സ് കൃത്യമായി ഉൾക്കൊണ്ട പ്രേക്ഷകർക്ക് പീക്ക് സിനിമ എക്സ്പീരിയൻസ് നൽകിയത് കൊണ്ട് തന്നെയാണ് നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടെ നേടിയത്. ആസിഫ് അലി ലീഡ് റോളിലെത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമ പക്ഷേ ഓവറോൾ ഒരു വിജയരാഘവൻ ഷോ തന്നെയാണെന്ന് പറയാം. ഇനി 14ാമത്തെ സിനിമ നോക്കാം. ചെറിയ ബഡ്ജറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ പണ്ട് മുതലേ പുറകിലല്ലാത്ത മലയാളത്തിൽ നിന്നും സെപ്റ്റംബർ 12-ന് തന്നെ എത്തിയ മായക്കാഴ്ചയാണ് ടൊവിനോയെ 3 വേഷങ്ങളിലും സുരഭി, കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, ബേസിൽ, ജഗദീഷ് എന്നിവരെ മറ്റ് പ്രധാന റോളുകളിലും എത്തിച്ച് ജിതിൻ ലാൽ ഗംഭീരമായി ഒരുക്കിയ ആക്ഷൻ അഡ്വഞ്ചർ ഫിലിം ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം. 2Dയിൽ ഷൂട്ട് ചെയ്ത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്ത വിഷ്വൽ എഫക്ട്സും മ്യൂസിക്കും ഒക്കെ ചേർത്ത് 30 കോടി ബഡ്ജറ്റിൽ മാത്രം എത്തിയ ARM ചുരുങ്ങിയ ചെലവിൽ മികച്ച പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യൻ സിനിമയിൽ മോളിവുഡ് എത്രത്തോളം മുമ്പിലാണെന്ന് ഒന്നുകൂടി തെളിയിക്കുകയും പ്രേക്ഷകർ കൂടെ ഏറ്റെടുത്തുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ നിലവിലെ 8ാം സ്ഥാനത്ത് നേടുകയും ചെയ്തിട്ടുണ്ട്. 15ാമത്തെ ഫിലിം. മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോസിൽ ഒന്നായ ഉദയ പിക്ചേഴ്സ് നിർമ്മിച്ച് ലജോ ജോസിന്റെ റൂത്തിന്റെ ലോകം എന്ന നോവലിനെ ബേസ് ചെയ്ത് അമൽ നീരജ് സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ഫിലിം പുകയുമില്ല 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള നടി ജ്യോതിർമയുടെ തിരിച്ചുവരവിന് കൂടെ സാക്ഷിയായ ചിത്രമാണ്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ഒക്ടോബർ 17 എന്ന റിലീസ് ഡേറ്റിന് മുമ്പ് തന്നെ എത്തിയ ഒരു പ്രോമോ സോങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോൺട്രോവേഴ്സീസിലൂടെയും മിക്സഡ് ടു പോസിറ്റീവ് റിവ്യൂസിലൂടെയും പ്രേക്ഷകരെ തിയേറ്റേഴ്സിൽ എത്തിച്ച് ഒരു മോഡറേറ്റ് ഹിറ്റ് സ്റ്റേറ്റസ് സ്വന്തമാക്കിയ ചിത്രമാണ്. 16ാമത്തെ സിനിമ നോക്കാം.
ചില വിവാദങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം റിലീസ് ആവുകയുമായിരുന്നു ബൊഗൈൻവില്ല എങ്കിൽ ജോജോ ജോർജ് സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ ലീഡ് റോളിലെത്തിയ ഒക്ടോബർ 24-ന് റിലീസ് ചെയ്ത പണി എന്ന സിനിമയുടെ കാര്യം നേരെ ഓപ്പോസിറ്റ് ആണ്. ചിത്രം ഇറങ്ങിയ ശേഷമാണ് ഓൺലൈൻ റിവ്യൂവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പെട്ടത്. എങ്കിലും മികച്ചൊരു നടനായ ജോജുവിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ട് എന്ന പുതുമ കൊണ്ടും റോ ക്രൈം സീൻസ് ഉള്ള ഒരു ആക്ഷൻ മൂവി എന്ന പ്രൊമോഷനിലൂടെയുള്ള ഹൈപ്പ് കൊണ്ടും ആവറേജ് ഒപ്പീനിയൻസിനിടയിലും അത്യാവശ്യം തിയേറ്ററിൽ കളക്ഷൻ നേടി ഹിറ്റാകാൻ ചിത്രത്തിന് കഴിഞ്ഞു. 17ാമത്തെ ചിത്രം, അതായത് 2024-ൽ ഇതുവരെ ഇറങ്ങിയ 17 മലയാളം ഹിറ്റ് സിനിമകളിൽ ഏറ്റവും ഒടുവിലെത്തിയ സിനിമ. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നസ്രിയ 4 വർഷത്തിന് ശേഷം സ്ക്രീനിൽ മടങ്ങിയെത്തുകയും ഒപ്പം ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ ഇപ്പോൾ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ബേസിൽ ജോസഫ് കൂടെ ഒന്നിക്കുകയും ചെയ്ത MC ജിത്തിൻ ഡയറക്ടോറിയൽ ബ്ലാക്ക് കോമഡി മിസ്റ്ററി ത്രില്ലർ ഫിലിം നവംബർ 24-ന് റിലീസ് ചെയ്ത സൂക്ഷ്മദർശിനി. തികച്ചും പോസിറ്റീവ് റെസ്പോൺസസ് നേടിയെടുത്ത സിനിമ ഗംഭീര കളക്ഷനുമായി മുന്നോട്ട് പോകുന്നതിനിടെ വലിയ കാൻവാസിലെത്തിയ കങ്കുവ, പുഷ്പ 2 എന്നീ റിലീസുകൾ ബാധിച്ചേക്കും എന്ന് കരുതിയെങ്കിലും അവ കേരള ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ ഉണ്ടാക്കാത്തതിനെ തുടർന്ന് വീണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട്. ഒരു നായിക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും കളക്ഷൻ നേടുന്ന മലയാളം സിനിമയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ സൂക്ഷ്മദർശിനി. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തിയേറ്ററിൽ സിനിമ കണ്ട എല്ലാ പ്രേക്ഷകർക്കിടയിലും നല്ല ഒപ്പീനിയൻസ് ലഭിച്ചിട്ടും പല കാരണങ്ങളാൽ ഹിറ്റ് സ്റ്റേറ്റസ് നേടിയെടുക്കാൻ കഴിയാതെ പോയ ചിത്രങ്ങളും ഉണ്ട്. അന്വേഷിപ്പിൻ, കണ്ടെത്തും, ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകൾ ഇവയിൽ പെട്ടവയാണ്. മന്ദാകിനി, ഗഗനാചാരി, ഒടുവിലിറങ്ങിയ ഹലോ മമ്മി എന്നിവയും മോഡറേറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ഹിറ്റ് സിനിമകൾ അല്ലെങ്കിലും ടോട്ടൽ ബിസിനസ് നോക്കുമ്പോൾ അവയും പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് കൃത്യമായി അറിയില്ല. അതുപോലെ ടർബോ പോലെ പരിചയമുള്ള ഒരാൾ പോലും തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത സിനിമ ഹിറ്റ് സ്റ്റേറ്റസ് അച്ചീവ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിലും കളക്ഷൻ ട്രാക്കർസ് പുറത്തുവിട്ടിട്ടുള്ള ലിസ്റ്റിൽ കണ്ടതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒട്ടനവധി ഫ്ലോപ്പുകൾ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ചില വർഷങ്ങളെ വെച്ച് മോളിവുഡിന് വളരെ ഉണർവ് നൽകിയ അല്ലെങ്കിൽ തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞ വർഷമാണ് 2024 എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലെ മറ്റ് ലീഡിംഗ് ഇൻഡസ്ട്രീസിലെ ക്ലീൻ ഹിറ്റ് സ്റ്റേറ്റസ് നേടിയ സിനിമകളുടെ കണക്ക് നോക്കുമ്പോൾ, അതായത് ബോളിവുഡിൽ നിന്നും 5 സിനിമകൾ, തമിഴിൽ 10, തെലുഗു 13, കന്നഡ 5 എന്നിങ്ങനെയാണെന്ന് കാണുമ്പോഴാണ് 17 സിനിമകളുടെ വിജയത്തിന്റെ തിളക്കം വർദ്ധിക്കുന്നത് എന്ന് കൂടി സന്തോഷിക്കാം. 2024-ൽ അഭിനയിച്ച 6 സിനിമകളിൽ എല്ലാം തന്നെ ഹിറ്റ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള ബേസിൽ ജോസഫിന് ഒരു പ്രത്യേക കയ്യടി തന്നെ കൊടുക്കാം. ഒപ്പം ഈ വർഷം ഇനി മേജർ റിലീസായി എത്താനുള്ള ചിത്രങ്ങൾ ലാലേട്ടന്റെ ബാരോസ്, ഉണ്ണിമുകുന്ദന്റെ മാർക്കോ, ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്, സുരാജേട്ടന്റെ ഇഡി എക്സ്ട്രാ ഡീസന്റ് എന്നീ സിനിമകളാണെന്നാണ് കണ്ടത്. ഇവയിൽ ഏതെങ്കിലും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ഈ 17 സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും അല്ലാത്തതുമായ സിനിമകൾ കൂടെ മെൻഷൻ ചെയ്യാൻ നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ എത്രയും വേഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.